ഒരു അത്യാവശ്യം വേണ്ട ഒരു ഐറ്റമാണ് മിനി ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു സാധനമാണ് ഈ ഒരു ഐറ്റം. ഇതെന്തായാലും മസ്റ്റ് ആണെന്ന് ഞാൻ പറയും. ഒരു വീട്ടിൽ നമ്മൾ പലപ്പോഴും മതിലേൽ ഒരു ഹുക്ക് അടിക്കാനായിട്ടാ, ഡ്രില്ല് ചെയ്യാനായിട്ട്, ഹുക്ക് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ഇങ്ങനെ ഒരു ഡ്രില്ലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഐറ്റം നല്ലതാണ്. ഒരുപാട് ക്ലോത്ത് നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് സെൻട്രൽ ഒരു പോർഷൻ ഉണ്ട്. ഇതാണ് ആ സാധനം. ഷൂ ഇതിനകത്ത് കയറ്റി വെച്ചാൽ മതി. 2 ഷൂവിന് ഒരു പേര്, സോക്സ്, ഷൂ എല്ലാം ഇതിനകത്ത് കയറ്റി വെക്കാം. വീടിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരുപാട് പുതിയ ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹരിയോം മാർക്കറ്റിംഗ്, എറണാകുളം TD റോഡ് ഫ്ലവർ ജംഗ്ഷൻ അടുത്തുള്ള ഹരിയോം മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഏതൊക്കെയാണ് പുതിയ ഐറ്റംസ് പരിശോധിക്കാം. സോ വെൽക്കം ബാക്ക് ടു ഐൻസ്റ്റൈൻസ് കോൺസെപ്റ്റ്. സ്ഥാപനമുള്ളത് കൊച്ചി MG റോഡ് പത്മ തിയേറ്ററിൽ നിന്നും ഫ്ലവർ ജംഗ്ഷൻ വഴി മുന്നോട്ട് പോകുമ്പോൾ ഹരിയോം മാർക്കറ്റിംഗ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. ചെറുത് വലുതുമായ ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് വന്നേക്കുന്നത്. നമുക്ക് ഏതെല്ലാം വന്ന് പരിശോധിക്കാം. നമ്മുടെ പതിപോലെ വരുന്ന പരസ്, യെസ്, നോർത്ത് ഇന്ത്യൻ ആണ്. മലയാളം അധികം അറിയില്ല, എന്നാലും നമുക്ക് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. ഞാനത് പറയുന്നുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടാവും. നമ്മൾ ആദ്യം ഏതാണ് കാണിക്കാൻ പോകുന്നത്? ഗാഡ്ജറ്റ്സ് കാറ്റഗറി. ഒരു അത്യാവശ്യം വേണ്ട ഒരു ഐറ്റമാണ് മിനി ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയൊരു സാധനമാണ് ഇത്. ഊരിയ പോയി നിക്കാലോ പോയി. ഇതാണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. ബാറ്ററി വരുന്നത് 128 വാട്ട്സിന്റെ ആണ് വരുന്നത്. 120 വാട്ട്സിന്റെ വാട്ട്സ്. യെസ്, നല്ല പവറാണ്. ഇതിനകത്ത് കണക്ട് ചെയ്താൽ ഇതിനകത്ത് ഇവര് പറയണത് ഫാനും ലൈറ്റും എല്ലാം പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഫാനൊക്കെ ആണെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ വരെ നല്ല സ്പീഡിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിനൊരു ഡെമോ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കണം നമ്മുടെ പെഡസ്റ്റൽ ഫാൻ ഇവര് കുത്തി കാണിക്കാനാണ്. ഓക്കെ, നല്ല കാറ്റുണ്ട്, കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. സാധാരണ നമ്മൾ ഫുൾ സ്പീഡിൽ വരുന്ന അതേ കാറ്റ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഈ പവർ കട്ടെല്ലാം വരെ ഇപ്പൊ ഉള്ളതാണ്. അപ്പൊ അതിന് ഉപകാരമാണ്. അപ്പൊ ഈ ഒരു ഫാനിന്റെ ഇതിൽ വരുന്നെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ വരെ നിൽക്കുമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തായാലും കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് ലൈറ്റ് മാത്രമാണെങ്കിൽ അത് മണിക്കൂറോളം കിടന്നോളും, യാതൊരു പ്രോബ്ലം ഇല്ല. അപ്പൊ ഇതൊരു ശരിക്കും മിനി ഇൻവെർട്ടർ തന്നെ പറയാം. ഇതിലൊരു മാറ്റമില്ല. ഇതെന്തായാലും നമുക്കൊരു വീട്ടിൽ വേണ്ട സാധനമാണ്. ബാറ്ററി റീചാർജിങ് ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഇൻവെർട്ടർ ഒക്കെ കണക്ട് ചെയ്യാത്ത വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ഇത് മേടിച്ചു. ഇത് ഉപകാരമാണ്. ഇൻവെർട്ടർ ഉള്ള വീടുകൾക്ക് ഞാനത് പറയാൻ വേണ്ട ആവശ്യമില്ല. അല്ലാത്ത വീടുകൾക്ക് പറയാം. യാത്ര ചെയ്യുമ്പോഴും വലിയടത്ത് പോകുമ്പോഴൊക്കെ ഇത് ഉപകാരപ്പെടും. ഇതിനകത്ത് നല്ല പവറാണ് അതിനകത്ത് കിടക്കണത്. ഇതിനകത്ത് പ്രൈസ് എത്ര വരുന്നത്? 3500 ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയതാണ്. വിത്ത് ചാർജർ വരും. ഈ ചാർജർ ഉൾപ്പെടെ അല്ലേ പ്രൈസ്? ബാറ്ററിയുടെ ചാർജർ ഉൾപ്പെടെ ഉണ്ട്. ബാറ്ററിയും ഇതിന്റെ ചാർജറും ഉൾപ്പെടെ വരുന്നത് അല്ലേ? ഇൻവെർട്ടർ 3500 3500 രൂപ. ടെക്നീഷ്യൻ ഉണ്ടല്ലേ, നല്ല യൂസ്ഫുൾ ഐറ്റം ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ, കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഡ്രില്ല് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ ഇത് പറ്റും, ഉപകരിക്കും. ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതി. ഈ ഒരു സാധനം, ഇതൊരു കറണ്ടാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. അത് നമ്മൾ യാത്രകളിൽ കാറോ ബൈക്കോ അതിന്റെ ബാറ്ററി ചാർജ് പൂർണ്ണമായിട്ടും ഡൗൺ ആയിപ്പോയിക്കുമ്പോൾ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏതെങ്കിലും വണ്ടി വന്ന് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് പറ്റിയ ഒരു ഐറ്റമാണ്. പൂർണ്ണമായിട്ടും ചാർജ് പോയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചാർജ് ചെയ്യാം. ഇതിനകത്ത് ബാറ്ററിയിൽ, ഇതൊരു ബാറ്ററിയാണ്, ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്ന് കറണ്ട് എടുത്തോണ്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്തെങ്കിൽ ജമ്പർ അല്ലേ, ജംപ് സ്റ്റാർട്ടർ എന്നാണ് അതിന് പറയുന്നത്. പെട്ടെന്ന് ചാർജ് കയറി പിന്നെ നമുക്ക് നോർമൽ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു വാഹനം വരാൻ കാത്തിരിക്കും, അത് സ്റ്റാർട്ടിങ് പവർ കിട്ടാൻ വേണ്ടി. ഇത് വളരെ ഉപകാരമുള്ള ഐറ്റമാണ്. ഇതിന്റെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ പവർ കയറ്റും. നേരത്തെ നമ്മൾ യാത്രക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ വളരെ ഉപകാരമാണ്. സാധാരണ ബാറ്ററിയിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ നോക്കുന്നത് നല്ലൊരു ഐറ്റം. വിത്ത് മൊബൈൽ ചാർജിംഗ് ഉണ്ട്. മൊബൈൽ ചാർജിംഗ് ഉണ്ട്. പവർ ബാങ്ക് ഉണ്ട്. നമ്മുടെ മൊബൈലിലൊക്കെ ചാർജ് ചെയ്യണമെങ്കിലും ഇത് ഉപകരിക്കും എന്നാണ് പറഞ്ഞത്. സി ടൈപ്പ് ചാർജർ. ഇതിനെന്താ പ്രൈസ് വരുന്നത്? 3500 rupees. 3500 രൂപയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്. യാത്രകൾ ചെയ്യണവർക്ക്, കാർ യാത്രകൾ ചെയ്യണവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത്. വളരെ ഉപകാരമാണ് ട്രാവൽ ചെയ്യണവർക്ക്. ഇതിനോട് ടോർച്ചും ഉണ്ട് അല്ലേ? ലൈറ്റ്, കമ്പാസ് ഉണ്ട്. യെസ്, അങ്ങനെയുള്ള കുറെ ഐറ്റംസുകളുണ്ട്. അപ്പൊ ഇതിനോട് കണക്ട് ചെയ്ത് ഞാൻ വേറൊരു ഐറ്റം കൊണ്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ജംപ് സ്റ്റാർട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാറ്ററി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സാധനത്തിന് ഉപയോഗിക്കാം. ഇത് ചാർജിങ്, ഇതാണ് ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള സംഭവം. ഇതും ഒരു വേറൊരു ഐറ്റം തന്നെയാണ്. ബാറ്ററി സാധാരണ പൂർണ്ണമായിട്ടും ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ചെയ്യണമല്ല, ചാർജ് കുറവാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്.
ഇതെന്താണ് പ്രൈസ് വരുന്നത്? 1600 രൂപ. 1600 രൂപയാണ്. ഇതും ചാർജ്. ഇത് എങ്ങനെയാണ് പവർ വരുന്നത്? പവർ 12 വോൾട്ട് ബാറ്ററി, ബൈക്ക്, കാർ, UPS ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലേക്കുള്ള ചാർജ് എങ്ങനെയാണ് നമ്മൾ? ഡയറക്റ്റ് കറന്റില്. ഇത് ഡയറക്റ്റ് കറണ്ടില്ല ചെയ്യുന്നത്? ഡയറക്റ്റ് കറന്റ് കൊടുത്താൽ DC ചാർജർ ഉണ്ടാവും. ഓക്കെ, ഇത് ഡയറക്റ്റ് കറണ്ടിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഡയറക്റ്റ് കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇൻവെർട്ടറിന്റെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാലും പൂർണ്ണമായിട്ടല്ലെങ്കിലും ഡൗൺ ആയിട്ടല്ലെങ്കിൽ കിടക്കണമെങ്കിൽ ഇത് വെച്ച് ചാർജ് ചെയ്യാം. നമ്മൾ പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് 1600 രൂപ, 1600 റുപ്പീസ് മാത്രമേ ഉള്ളൂ. നല്ല റേറ്റ് ആണ്. ഇവിടെ കിച്ചൺ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ മാത്രമല്ല ബാത്റൂമിലും വെക്കാം. ഇവിടെ ബ്രഷും കാര്യങ്ങളൊക്കെ തൂക്കാൻ ബാത്റൂമിൽ സ്റ്റോറേജ് വന്ന രീതിയിലുള്ള മൾട്ടി പർപ്പസ് ആയിട്ട് വരുന്നത്. ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്, നല്ലൊരു ഐറ്റമാണ്. അപ്പൊ അതിന്റെ നേരിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. എന്താ പിന്നെ സ്റ്റോറേജ് സാധനങ്ങൾ തട്ടുണ്ട്, ഇതിലേക്ക് സാധനങ്ങൾ വെക്കാം. ഇതെല്ലാം പ്ലാസ്റ്റിക്കിന്റെ ആണ്. അപ്പൊ അതിലേക്ക് ഹുക്ക് ചെയ്യണ രീതിയിലുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ബാത്റൂമിൽ വെക്കാം, കിച്ചണിൽ വെക്കാം, സ്റ്റിക്കറിൽ വെക്കാൻ പറ്റും, സ്റ്റിക്കറിൽ വെക്കാൻ പറ്റും, സ്ക്രൂവിലും വെക്കാൻ പറ്റും. ഇത് നല്ലൊരു ഐറ്റം ആണ്. എനിക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് എന്ത് പ്രൈസ് വരുന്നത്? 850 റുപ്പീസ്. 850 രൂപ ഉള്ളു ഈ ഒരു ഷെൽഫിന്. എന്തായാലും നമ്മുടെ വാഷ് ബേസിന്റെ അവിടെ, ബാത്റൂമില്, കിച്ചണില് ചെറിയ സാധനങ്ങളൊക്കെയാണ് സ്റ്റോറേജിൽ. 850 റുപ്പീസ്. നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. ഇതെങ്ങും കിട്ടൂല ഈ പ്രൈസിന് ഇങ്ങനെ ഒരു സാധനം. താഴെ ഹുക്ക് വരും, താഴെ ഹുക്കും വരും. അത് നമ്മുടെ പിക്ചറിൽ കാണിച്ചേക്കണോ അല്ലെ? ബ്രഷും അങ്ങനെയുള്ളതൊക്കെ ഹാങ് ചെയ്യാൻ. ഓക്കെ, മറ്റൊരു പുതുമയുള്ള ഒരു ഐറ്റമാണ് ഷൂ ഡ്രയർ. നമ്മൾ യാത്ര കഴിഞ്ഞ് പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ വരാൻ നേരത്തെ ഷൂ എല്ലാം നമ്മൾ ചിലപ്പോൾ സ്മെല്ല് വരാറുണ്ട്, ഈർപ്പം വരുമ്പോൾ സ്മെല്ല് വരാറുണ്ട്. അപ്പൊ അതിനെ ഷൂ ഇതിലേക്ക് കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഹോട്ട് എയർ ആണ് വരുന്നത്. ഈ ഹോട്ട് എയർ കൊണ്ട് ഇതിന്റെ ആ ഒരു മോയ്സ്ചറും ആ ഒരു ഹ്യൂമിഡിറ്റി എല്ലാം മാറിക്കിട്ടും. അതൊരു സ്മെല്ല് പോകാനായിട്ടും അതിന്റെ ബാക്ടീരിയാസ് ഒക്കെ ഇത് നഷ്ടപ്പെടാനായിട്ടും സാധിക്കും. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതാണ് ആ സാധനം. ഷൂ ഇതിനകത്ത് കയറ്റി വെച്ചാൽ മതി. 2 ഷൂവിന് ഒരു പെയർ, സോക്സ്, ഷൂ എല്ലാം ഇതിനകത്ത് കയറ്റി വെക്കാം. ഇവിടെ ചൂട് ഇതിന് കൺട്രോൾ ചെയ്യാനുള്ളതുണ്ട്, ഓൺ ആക്കാനുണ്ട്, എത്ര മിനിറ്റ്സ് വേണമെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് കറണ്ട് ആണ്, ബാറ്ററി അല്ല ഇത്. ഇത് ഓൺ ഓഫ് എത്ര മിനിറ്റ്സ്, 320, 90 മിനിറ്റ്, 60 മിനിറ്റ്, 30 മിനിറ്റ്, ഇതിന് ഡിഗ്രിയും കൂടി കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള സംവിധാനം. അത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതൊരു വീട്ടിൽ എന്തായാലും വേണ്ടതാണ്. നമുക്ക് യാത്ര പുറത്തുനിന്ന് ഷൂസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇത് എത്രയാണ് പ്രൈസ്? 800 റുപ്പീസ്. 800 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. കൊള്ളാം. ഇലക്ട്രോണിക് ലഞ്ച് ബോക്സ്. ഇത് നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത്, നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് ലഞ്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ചൂടോടെ കഴിക്കാനായിട്ട്, ഭക്ഷണങ്ങൾ തണുത്ത് വാണ്ടിരിക്കാനായിട്ട് ഒരു ബോക്സാണ്. ഇതിനകത്ത് ചെറിയ ഹീറ്റിംഗ് കമ്പോണന്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് സാധാരണ പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സ്പൂണ്, അതുപോലെ ഓപ്പൺ കറു സ്പൂണ്, ഇവിടെ സ്പൂൺ ഉണ്ട്. അതുപോലെ ഇത് തുറന്ന് ഉണ്ടോ, ഇതിൽ ഭക്ഷണം ഇട്ട് ഇത് ഏതെങ്കിലും ഒരു സ്നാക്സ് വെക്കാം. ഇതിന്റെ താഴെ ഇത് ചൂടാനുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് ചൂടല്ല, ചെറുതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിന് ലൈറ്റ് ആയിട്ടൊരു ചൂട് ഫീൽ ചെയ്യും. ഒരുപാട് ചൂടല്ല. ഇത് ഫുഡിന് ഇതിന് പറ്റിയ പ്ലാസ്റ്റിക് കൂടിയാണ്. ഒരുപാട് ചൂടല്ല പ്രതീക്ഷിക്കരുത്, ചെറുതായിട്ടൊരു ചൂടാണ്. അപ്പൊ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്ത് ഭക്ഷണത്തിൽ ആ ഒരു ചൂടിന്റെ ഒരു ചെറിയൊരു ഫീൽ അതിനകത്ത് കിട്ടും. അപ്പൊ അത് മാത്രമല്ല, അതിന്റെ പ്ലഗും കണക്ടറും എല്ലാം ഉണ്ട്, ചാർജ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം C ടൈപ്പ് ചാർജറാണ് എല്ലാം വരുന്നത്. ഇതെന്ത് പ്രൈസ് വരുന്നുണ്ട്? 650 റുപ്പീസ്. 650 രൂപയാണ് ഈ സാധനം വരുന്നത്. ഭക്ഷണമൊക്കെ ചൂടോടെ കഴിക്കുന്ന രീതിയിൽ. നമ്മുടെ മഴക്കാലത്തൊക്കെ ഡ്രസ്സ് ഉണക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ്. നമ്മുടെ വീടിന്റെ അകത്ത് തന്നെ ഫാനിന്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാം. ഇത് ഫാനിന്റെ അവിടെ മാത്രം ടെറസിൽ വെക്കാനായിട്ട് യൂസേജ് ആണ്. നല്ലൊരു ഐറ്റം ആണിട്ടത്. ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന്റെ താഴെ ജസ്റ്റ് ഒരു ലിവറാണല്ലോ, അതിൽ കൂടി വീട് സ്റ്റാൻഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓരോ ഇതിലും നമുക്ക് ക്ലോത്ത് ഇടാൻ പറ്റും, ഹാങ് ചെയ്ത് ഇടുന്ന രീതിയിൽ. കുറെ ഉണ്ടല്ലോ. നമ്മുടെ ആവശ്യം ചെയ്യാൻ നേരത്ത് ഇതേപോലെ തന്നെ തിരിച്ച് വെക്കാൻ പറ്റും. ഒരുപാട് ക്ലോത്ത് നമുക്ക് ഇതിനകത്ത് ഹാങ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് സെൻട്രൽ ഒരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ ഇടാം. ഇത് നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കണം. ചെറിയ ഐറ്റം, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഐറ്റംസിനൊക്കെ ഈ ഹുക്കയിൽ കൊളുത്തിടാൻ പറ്റും. ഒരുപാട് ഐറ്റംസിനൊക്കെ. അപ്പൊ
വലിയ പീസുകളൊക്കെ താഴെ വെക്കാം. അതിൻ്റെ താഴെ അതിൻ്റെ മുകളിൽ അണ്ടർ ഗാർമെൻറ്റ്സ് പോലത്തെ ചെറിയ ഹാൻഡ് ടവൽസും അവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. ഇത് നമുക്ക് ടെറസിലും വെക്കാം. വീടിനകത്ത് ഫാനിൻ്റെ താഴെ നമുക്ക് ഒരുപാട് സ്ഥലം ലാഭിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇത് നല്ല കാര്യം. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 3500 rupees. 3500. ആവശ്യം കഴിഞ്ഞാൽ മടക്കി. നല്ല സ്ട്രോങ് ആണത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. താഴെ ഇത് വീലുണ്ട്. നമുക്കിത് ഇവിടെ കൊണ്ടു നടക്കാൻ പറ്റും. ഇത് എപ്പോഴും മടക്കി വെക്കേണ്ട കാര്യമില്ല. മടക്കി കൊണ്ടുപോകണമെങ്കിൽ മാത്രം ഇതിന്റെ മടക്കി വെക്കേണ്ട കാര്യമുള്ളൂ. വേറെ ഐറ്റം ബേബി ബാത്തിന്റെ. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ഇത് കാണാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ നല്ലൊരു ഷേപ്പാണ്. അത് ഞാൻ അതിന്റെ ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഐറ്റമാണ്. നോക്കി, ചെറിയ കൊച്ചുങ്ങൾക്ക് ഇൻഫന്റ് ബേബീസിന്, അതുപോലെ 1 വയസ്സ് 2 വയസ്സുള്ള ബേബീസിനെ കുളിക്കാൻ പറ്റും. നല്ലൊരു ഐറ്റം ഉണ്ടത്. ഇതാണ് ആ ഐറ്റം. നോക്കി, കൊച്ചുങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ എയറാണ് അതിനകത്ത്. വെള്ളം നിറക്കാനാണ്. വെള്ളം നിറച്ച് ചെയ്യാൻ നേരത്ത് ഇത് നമുക്കിത് വെള്ളം കളയാൻ വേണ്ടിയാണ് ഇതെടുത്തേക്കുന്നത്. വെള്ളം അതിനകത്ത് നിറക്കണം. വെള്ളം കളയാൻ വേണ്ടി ഓപ്ഷനാണ് കാണിച്ചേക്കുന്നത്. ഡെപ്ത് ഉണ്ട്. അപ്പൊ ഇതിനുള്ളൊരു പമ്പും വരുന്നുണ്ട്. ഹാൻഡ് പമ്പാണ്. ഇലക്ട്രോണിക്കിന്റെ ഒന്നുമില്ല ഇതിനകത്തുള്ളത്. ഇതിന് ഓരോന്നിനും നമുക്ക് എയർ ഫില്ല് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് ഡെപ്ത് ഉണ്ട്. ഞാൻ പറയാം, 1 അടിയോളം അതിന്റെ ഡെപ്ത് ഉണ്ട്. കാരണം വെള്ളം ക്വാണ്ടിറ്റി കൂടുതലിരിക്കുക, ചാരാനുള്ള സ്പേസും കാണിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനത്തെ ഐറ്റംസിൽ ഇതുപോലൊരു മോഡൽ വരാറേ ഇല്ല. ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമൊക്കെ പലപ്പോഴും കാണുന്നത്. ഇതൊരു വെറൈറ്റി സാധനമാണ്. അത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ട്. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതിനെന്താ പ്രൈസ് വരുന്നത്? 950 rupees. 950. 950 രൂപ ഉള്ളൂ. ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. മിനി ജ്യൂസർ നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ള റേറ്റ് ആണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. നമ്മളിപ്പോഴും പലതും കാണിക്കാറുണ്ട്. കുറച്ച് ബിൽഡ് ക്വാളിറ്റി കൂടിയ ടൈപ്പാണ്. ഇത് തിരിച്ച് ഓണാക്കി എൻ്റെ മോട്ടർ കാണിച്ച്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. മോട്ടറിനും പവറാണ്. ബ്ലേഡിനും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് ഒഴിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലാണ്. ഇതിന്റെ പ്രൈസ് എത്രയുണ്ട്? 1050. 1050. ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ സാധനമാണ്. അതിന്റെ പ്രൈസ് 1050 വരുന്നത്. ചിലതിന് 1000-ന് താഴെ ആയിരിക്കും വരുന്നത്. നല്ല റേറ്റാണ് ഈ ഐറ്റം. ഇതെന്തായാലും മസ്റ്റ് ആണെന്ന് ഞാൻ പറയും. ഒരു വീട്ടിൽ നമ്മൾ പലപ്പോഴും മതിലേൽ ഒരു ഹുക്ക് അടിക്കാനായിട്ടാ, ഡ്രില്ല് ചെയ്യാനായിട്ട്, ഹുക്ക് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും ഇങ്ങനെ ഒരു ഡ്രില്ലിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഐറ്റം നല്ലതാണ്. ഇതിന് ഒരു കറണ്ട് വരേണ്ട ആവശ്യമില്ല, ബാറ്ററിയുടെ ആവശ്യമില്ല, പവറിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഗണ്ണിങ് സിസ്റ്റമാണ്. ഇതിന്റെ സ്ക്രൂ വരുന്നത് ഒരു ഒരു ഗൺ പൗഡറിന്റെ ഇതിൽ വരുന്നതാണ്. ഇതിന്റെ ഒരു പവറിലാണ്, ഹൈഡ്രോളിക് പവറിലാണ് ഈ സാധനം അടിച്ചു കയറ്റുന്നത്. ഇത് ഈ ഗൺ പൗഡർ ഉള്ള കാരണം അത് കത്തിയിട്ടാണ് ഇത് സ്ക്രൂ അടിച്ച് കയറുന്നത്. ഇത് നല്ല യൂസ്ഫുൾ ആണ്. മിനി നെയിൽ ഫിക്സർ അല്ലേ? നല്ല റേറ്റ്. ഇതിന് പ്രൈസ് എത്രയാണ്? 500 rupees. 500 രൂപ ഉള്ളു ഇതിന്റെ. പക്ഷെ ഇതിന് ബാറ്ററിയും കറണ്ടിന്റെ യാതൊരു ആവശ്യമില്ല. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. 500 രൂപക്ക് ഈ സാധനം വീട്ടിൽ മസ്റ്റ് ആയിട്ട് വേണമെന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എന്തായാലും ഇത് വാങ്ങാറുണ്ട്. എനിക്കൊരു വീട്ടിൽ എന്തെങ്കിലും ആവശ്യം നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ഇത് കൊള്ളാം. നല്ല ഗുഡ് ക്വാളിറ്റി. നെല്ല് എത്ര വേണോ കിട്ടും എക്സ്ട്രാ. ഇത് നെയിൽ എക്സ്ട്രാ വരുന്നത്. ഇതിന്റെ കൂടെ ഉള്ളതല്ല. സിംഗിൾ ആയിട്ട് മേടിക്കണമെങ്കിൽ 5 രൂപയാണ് വരുന്നത്. അല്ലെങ്കിൽ പാക്കറ്റ് ആയിട്ട് മേടിക്കാം. പാക്കറ്റ് മേടിക്കണമെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആണ്, ലാഭമാണ്. ഇത് നല്ല ഐറ്റമാണ്. ടൂത്ത് ബ്രഷ് ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള മടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിർബന്ധമുള്ള ഐറ്റം അല്ല. ചിലത് ശീലിച്ചവർക്കാണെങ്കിൽ ഇത് തന്നെ വേണ്ടി വരും. ഇതിൽ X7 സീരീസിൽ വരുന്നത് ലേറ്റസ്റ്റ് ആണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. ഇത് 4 വരുന്നത്. ബ്രഷിന്റെ പല ടൈപ്പ് വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത് ഒരുപാട് മോഡിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഐറ്റമാണ്. ഇതൊരു മസ്റ്റ് വേണമെന്ന് പറയുന്നത് ഞാൻ ആവശ്യമില്ല. ഇത് പലപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ഒരു അപൂർവ ആൾക്കാരാണ്. പക്ഷെ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് തന്നെ വേണം എന്നുള്ളവർക്ക് ഇത് വളരെ ഉപകാരം. പ്രൈസ് കുറവാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ചാർജബിൾ ആണ് ബ്രഷ്. എത്ര പ്രൈസ് വരുന്നത്? 550 rupees. 550 രൂപേന്റെ പ്രൈസ് വരുന്നത്. കുറഞ്ഞ ക്വാളിറ്റി ഉള്ള സാധനമല്ല, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. ബ്രഷ് സാധാ ബ്രഷ് ഉപയോഗിക്കുന്നവർക്ക് ഇത് വേണമെന്ന് പറയാറില്ല ഞാൻ. പുതിയൊരു ഐറ്റമാണ് മൊബൈൽ സെൻസർ സ്പീക്കർ സ്റ്റാൻഡ്. മൊബൈൽ സ്റ്റാൻഡിൽ വെക്കണത് കൂടാതെ മൊബൈലിലെ പാട്ടുകൾ, സംഭാഷണമൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഈ സ്പീക്കറിൽ കൂടി കേൾക്കാൻ പറ്റണ ഇതിന് ബ്ലൂടൂത്തിന്റെ ഒന്നും ആവശ്യമില്ല.
മൊബൈൽ ഓൺ ആക്കി കഴിഞ്ഞാൽ സ്പീക്കർ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇതിനകത്ത് കയറ്റി വെച്ചാൽ നമുക്ക് കാണിച്ചു. നല്ല സൗണ്ട് ഉണ്ട്, അത്യാവശ്യം നല്ല സൗണ്ട്. മൊബൈൽ നല്ല സൗണ്ട്. നല്ല റേറ്റ് ആണ്, യൂസ്ഫുൾ ആണ്. നമ്മള് റൊട്ടേറ്റിംഗ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ഉണ്ട്. എക്സ്ട്രാ ബ്ലൂടൂത്ത് ഉണ്ട്. ബ്ലൂടൂത്ത് വേറെ ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. വിത്ത് വയർലെസ് ചാർജിംഗ് ഉണ്ട്. ഓക്കെ, ചാർജിങ് ചെയ്യാം. വയർലെസ് മൊബൈൽ വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. ഓ എല്ലാ ഫംഗ്ഷനും ഉണ്ട്. ഇതെന്ത് പ്രൈസ് ഉണ്ട്? 650 rupees. 650 രൂപ ഉണ്ട്. നല്ലതാണ്. നമ്മൾ മൊബൈൽ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്, പാട്ട് കേൾക്കാനായിട്ട്, വീഡിയോ കാണണമെങ്കിലൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആണ്. ഇത് കൊള്ളാം. 650 രൂപ. ഇത് മൊസ്കിറ്റോ തടയണ സാധനമാണ്. മൊസ്കിറ്റോ പിടിക്കുന്നതുകൊണ്ട് സാധാരണ വലിയ ബാറ്റല്ല. ഇതിൽ നല്ല പവർ ഉണ്ട്. ഡയറക്റ്റ് നമ്മൾ പ്ലഗ് ചെയ്ത് വെക്കണ ഐറ്റമാണിത്. ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ബ്ലൂ റേ ലൈറ്റ് ഉണ്ട്. കാരണം കൊതുകിനെയൊക്കെ മൊസ്കിറ്റോനെയൊക്കെ അട്രാക്ട് ചെയ്ത് അതിനെ കൊന്നു കളയണ രീതിയാണ്. നമ്മൾ കൊതുകിന്റെ പുറകെ പോകണ്ട, കൊതുക് ഇതിന്റെ അടുത്തേക്ക് വന്ന് സ്വയം ചത്തോളും. അപ്പൊ അതിന് പറ്റിയൊരു ഐറ്റമാണിത്. നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു പ്ലഗ് ചെയ്താൽ വെച്ചാൽ മാത്രം മതി, കൊതുക് താനെ ഇതിൽ വന്ന് ചത്തോളും. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 250 rupees. 250 രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത്. ഡയറക്റ്റ് കറണ്ട് ആണ് അല്ലേ? മോസ്കിറ്റോ ഈച്ച എല്ലാം മൊസ്കിറ്റോ ഈച്ച എല്ലാം വരുന്നത്. കൊള്ളാം. 250 രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്, ഏതെങ്കിലും ഒരു വിജനമായ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ മൊസ്കിറ്റോ കടിക്കാറുമ്പോ നമുക്ക് തടയാനുള്ളതാണ്. ഇതിനകത്ത് സൗണ്ട് ആണ് വരുന്നത്. ഇത് കീച്ചൻ പോലെ ഇരിക്കണം, ചെറിയൊരു സൗണ്ട് ഉണ്ട് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കൊതുകിനെ എല്ലാം ഇതിനെ ഓടിക്കുമെന്നാ പറയണത്. അത് ആ സ്ഥലത്ത് പോയാൽ മാത്രമേ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മൊസ്കിറ്റോ ഇല്ല, അതുകൊണ്ടാണ്. ഇതെന്ത് പ്രൈസ് ആണ്? 550 rupees. 550 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. റീചാർജബിൾ ആണ്. യൂസ്ഫുൾ ആയിരിക്കാം വിചാരിക്കണം. അത് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ബാൻഡ്. കൊച്ചുങ്ങളൊക്കെ പിന്നെ പാർക്കിൽ എല്ലായിടത്തും പോകാൻ നേരത്ത് മൊസ്കിറ്റോന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് കയ്യിൽ വാച്ച് കെട്ടണ പോലെ കെട്ടി വെച്ചാൽ മതി. ഇതിൽ ചാർജ് ഉള്ള അതിന് റീചാർജബിൾ ആണ്. റിസ്റ്റ് വാച്ച് പോലെ യൂസ് ചെയ്യുന്നത്. കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതിനും സിഗ്നൽ ഉണ്ടല്ലേ, ചെറിയൊരു സൗണ്ട് ഇതുണ്ട്, വേരിയേഷൻസ് ഉണ്ട്. അത് കാരണം കൊതുകിനെ അടുത്തുനിന്ന് ഓടിക്കുന്നു. അത് നല്ലൊരു ഐറ്റം ഉണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതെന്ത് പ്രൈസ് വരുന്നത്? 550 rupees. 550 രൂപയാണ്. അപ്പൊ കുട്ടികൾക്ക് കൊതുക് അടിക്കണം എന്നുള്ള പേടിയും വേണ്ട. എല്ലാവിധ കൊതുകിനും ഡെങ്കുവിനും എല്ലാത്തിനും ഓടിക്കാൻ പറ്റിയ ഒരു വാച്ചാണ്. മൊസ്കിറ്റോനെ തടയുന്ന വാച്ച് എന്ന് പറയാം. ഇത് ക്യാമ്പിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ആണെന്ന് പറയണത്. സോളാറിലാണ് വരുന്നത്. സോളാറുണ്ട്, ക്ലിപ്പ് ഉണ്ട്. എവിടെയും ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സോളാർ പാനൽ ഇവിടെ ഉണ്ട്. ലൈറ്റുകൾ നല്ല വെളിച്ചമാണ് പറഞ്ഞു. വെളിച്ചമുണ്ടോ? നല്ല വെട്ടമുണ്ടല്ലോ. ഡിം ഉണ്ട്. പിന്നെ iOS ലൈറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇത് ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ കറന്റ്ലി ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? 950 rupees. 950 rupees. സോളാർ പാനൽ എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, 950 rupees. ഇതൊന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല, എന്നാലും ഇത് വേണ്ടവർക്ക് ഇത് ഉപകാരമാണ്. ചെറിയ മിനി ടൈപ്പ് ഫ്ലാസ്ക് അല്ലേ? ഇത് തണുത്ത വെള്ളം, ചൂടുവെള്ളം അല്ലെങ്കിൽ ചായ എല്ലാം ഇട്ട് വെക്കാൻ. ഒരു ചായ ഞാൻ പറയാം, ഒരു ഗ്ലാസ് ചായ എന്ന് പറയാം, നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത്. ഓക്കെ, 300 ml 300 ml വരുന്ന ഒന്നര ഗ്ലാസ് 2 ഗ്ലാസ് കിട്ടുമെന്ന് തോന്നുന്നു. വലിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ആണ്, അല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് 1.5 ഗ്ലാസ്. നല്ലൊരു ഐറ്റം ആണ്. ക്യൂട്ടാണ്. നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ സ്ഥലം വേണ്ട, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു. ഇതിന് താഴെ റബ്ബർ ഗ്രിപ്പൊക്കെ ഉണ്ട്, അത് പോവാണ്ടിരിക്കാനായിട്ട് പിടിച്ചും കിട്ടിക്കോളും. നല്ലൊരു ഐറ്റമാണ്. ഇനി ഇതിനോട് കൂടെ കണക്ട് ചെയ്ത് ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? 250 rupees. 250 രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതിന്റെ കൂടെ വരുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഈ ചൂട് കൊണ്ടുപോകണം. അപ്പൊ ഇതിന്റെ കൊച്ചുങ്ങളുടെ ചെറിയ ഈ വാം മിൽക്ക് ഫീഡിങ് ബോട്ടിലിലെ ചൂട് പോട് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇത് നോക്കി, ഇത് ഫീഡിങ് ബോട്ടിൽ പാലൊക്കെ നിറച്ചതാണെങ്കിൽ അത് ഇതിലേക്ക് കയറ്റി വെക്കാം. ഇപ്പൊ സാധാരണ ഇതിൽ ഞാൻ ഈ പറയണമെങ്കിൽ ഈ ഒരു ഐറ്റം
ഇതിനകത്തുള്ള ചൂട് ഇപ്പോഴും കണ്ടിന്യൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇതിനകത്തേക്ക് വെച്ചാൽ മതി. പ്രസ് ചെയ്യണത് പ്രസിംഗ് ബെൽറ്റ് ഇതിലേക്ക് നേരെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇത് വെൽക്രോമാണ്. ഇത് കൂട്ടി വെച്ചാൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും ബോട്ടിൽ ഉണ്ടെങ്കിൽ മതി. ഇത് വെൽക്രോമാണ്. ഇതിന് വണ്ണുള്ളതുകൊണ്ട് മാത്രം നിൽക്കണം, അല്ലെങ്കിൽ ചെറുതിനകത്തിരിക്കും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് ഇതിൽ വന്നുകൊണ്ടിരിക്കും. ഇത് ഒരു ചൂടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൽ ഈ ഒരു ഷീറ്റിന്റെ ഇടയിൽ കൂടി ചെറിയൊരു ചൂട് വരുന്നുണ്ട്. ആ ചൂട് ഈ കുപ്പിനെ ചൂട് പിടിപ്പിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു വലിയൊരു ചൂടല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ചൂട് കണ്ടിന്യൂ ചെയ്തിരിക്കും. ഇത് ചാർജബിൾ ആണ്. യാത്ര ചെയ്യാൻ നേരത്തൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അത് നമ്മൾ ചായയുടെ ഈ പറഞ്ഞ ഐറ്റംസ് കൂടാണ്ട് ഫീഡിങ് ബോട്ടിൽ, കൊച്ചുങ്ങളുടെ ചൂട് വെള്ളം, ഇതിനൊക്കെ ഇത് ഉപകരിക്കും. ഒരു നല്ലൊരു ഐറ്റം ആയിട്ട് എനിക്ക് കണ്ടേക്കണം. പുതിയൊരു ഐറ്റം ആയിട്ട് വന്നേക്കണം. ഞാനെങ്ങും കണ്ടിട്ടില്ല. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 850 rupees. 850 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ചാർജബിൾ ആണ്. ഇതിന്റെ സെറ്റിംഗ് ഒക്കെ നടക്കുന്ന സാധനമുണ്ട്. നല്ലൊരു ഐറ്റം ഉണ്ട് ഇത്. നമ്മളെ ഈ പട്ടികളുടെയൊക്കെ ശല്യമുള്ള ടൈമിന് ഈ സാധനം നമ്മൾ ഉപകരിക്കും. പട്ടി ശല്യമൊക്കെ ആണെങ്കിൽ പട്ടിനെയൊക്കെ തുരത്താൻ നല്ല സ്ട്രെങ്ത്. ഇതൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഐറ്റമാണ്. നല്ല നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ സാധനം. ഇത് ഏത് സ്ട്രോങ് ആയിട്ട് സാധനം അടിച്ച് പൊട്ടിക്കാൻ പറ്റണം. അപ്പൊ കാരണം ഈ പട്ടി നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് ഓടിക്കാനൊക്കെ വളരെ ഉപകാരം ഉള്ള സാധനമാണ്. നോക്കി ഇനി താഴത്തേക്ക് വെക്കണമെങ്കിൽ കൈപ്പിടിയിൽ ഒതുങ്ങും സാധനം. ഇത്ര ഉള്ള ഐറ്റം. സെൽഫ് ഡിഫെൻസ് സ്റ്റിക്ക് ആണത്. ഇതെന്ത് പ്രൈസ് ഉണ്ട്? 350 rupees. 350 രൂപയാണ്. ഇതൊന്നും ചീത്താനില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ സ്ട്രോങ് ആണ്. ചില സാധനങ്ങൾ ഞാൻ പറയാറുണ്ട്, അത് മസ്റ്റ് നമുക്ക് വേണമെന്ന് പറയാറുണ്ട്. നമുക്ക് അതിൽ പെട്ട ഒരു ഐറ്റമാണിത്. സുരക്ഷിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു ലൈറ്റാണ് ഇത്. ടോർച്ചാണ്. അതൊരു ഫ്ലാഷ് ലൈറ്റ്. അതിനകത്തൊരു വൈബ്രേഷനും ഉണ്ട്. പട്ടികൾ നമുക്ക് ശല്യപ്പെടുത്തണമെങ്കിൽ അവരെയൊക്കെ ഓടിക്കാനും പറ്റും. മനുഷ്യരെ തന്നെ ഉപദ്രവിക്കണമെങ്കിലും അവർക്ക് തടയിടാനായിട്ട് ഒരു പരിധി വരും ഇതുകൊണ്ട് സാധിക്കും. ഇതിനൊരു പവറും ഉണ്ട്, ഷോക്കും ഉണ്ട്. ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കണമെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ നിന്ന് ഈ സാധനം എടുത്തുനിന്ന് അടിച്ചാൽ മതി. ഒന്ന് മുട്ടിയാൽ മതി, ആള് തെറിച്ചു പോകും. ഇത് പ്രൈസ് എത്രയാണ്? 350 rupees. 350 രൂപയാണ്. ഇത് എന്തായാലും നമുക്ക് വേണമെന്ന് ഞാൻ പറയും. നമ്മുടെ വീടിലെ ടൈലുകൾക്കുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഉറുമ്പ് കൊണ്ടുപോയിട്ട് ഗ്യാപ്പ് വരാറുണ്ട്, അവിടെയൊക്കെ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇതൊരു ഗമ്മാണ് സംഭവം. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് ആരും വർക്കേഴ്സിന് ആവശ്യമില്ല. റീഫോം എന്ന് പറയുന്നതാണ്. നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ട്യൂബ് വെച്ചിട്ട് വടിച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ ആ ഹോളൊക്കെ അടഞ്ഞു, ഉറുമ്പിന്റെ ശല്യങ്ങളൊന്നും വരില്ല. പലവിധ ശല്യങ്ങളും കീടങ്ങളും വരുന്ന ശല്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇതധികം പ്രൈസ് എന്താ? 150 rupees. 150 രൂപ ഉള്ളു. ഇതെന്തായാലും വേണമെന്ന് ഞാൻ പറയുള്ളൂ. വൈറ്റ് ഡ്രസ്സിൽ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിലും വാങ്ങിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നിങ്ങൾക്ക് അധികം പ്രൈസ് ഇല്ല. എത്രയാണ്? 100 രൂപ ഉള്ളത്. സാരമായ പ്രൈസാണ്, പക്ഷെ വളരെ ഉപകാരമുണ്ട് കേട്ടോ. അലക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റിയ ഒരു പിൽസ് ടൈപ്പാണ്. ബീറ്റ്സ് ആണ് അല്ലേ? യെസ്. ഇതെന്താണ് ഇതിനകത്ത് വരുന്നത്? ഇത് വാഷിംഗ് ഡിറ്റർജന്റ് ഇല്ലാത്ത ഡിറ്റർജന്റ് ഉണ്ട്, പിന്നെ സ്മെല്ലിന്റെ വരുന്നുണ്ട്. വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയാണ്. ഇത് അങ്ങനെ ഇട്ടാൽ മതി. ഇത് എന്തോരം ഒരു വാഷിങ്ങിന് ഇതോരണം മതി. 7 ക്ലോത്ത് ഉണ്ടല്ലോ, ഒരു പീസ് മതി. 7 ക്ലോത്ത് ഒക്കെ ഈ ഒരു പീസ് മതി അല്ലേ? ഓക്കെ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇത് കാണാറുണ്ട്. ഇതെങ്ങനെയാണ് ഒരു ബോക്സിലാണ് വരുന്നത്? 60 പീസ് ഉണ്ട്, 400 രൂപ അല്ലേ? 60 പീസല്ല 400 വരുന്നത്. നമ്മളിത് ഉപയോഗിച്ചതിനെ അറിയുള്ളൂ. ഓക്കെ. എളുപ്പത്തിന് ഇടാം. ഒരു വാഷിംഗ് പൗഡർ അത് യൂസേജ് വരില്ല. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റണം. എന്തായാലും നല്ലതായിരിക്കും എന്ന് വിചാരിക്കണം. ഇതിന്റെ പ്രൈസ് എത്ര? 460 പീസ്. 460 പീസ് അല്ലേ? ഓക്കെ. മൈക്രോ ഫൈബറിന്റെ കാറിന്റെ ടോപ്പിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീടിന്റെ ബെഡ്, സോഫ, ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തൊരു സാധനമാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. ഇത് ലെങ്ത് കൂട്ടല്ലേ? ഓക്കെ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ ആ ബ്രഷ്. മൈക്രോ ഫൈബറിന്റെ ആണ്. ഇതെടുത്ത് വാഷ് ചെയ്യാന്നാണ്. ഇത് ഊരിയിട്ട് വാഷ് ചെയ്യാം. ഈ സാധനത്തിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 180 rupees. 180 രൂപ കേട്ടോ. ഇതെന്തായാലും വേണമെന്ന് ഞാൻ പറയും. നല്ല ഒരു ഐറ്റം തന്നെ. 180 രൂപ ഉള്ള ഒരു ഐറ്റം. കാറിലെ സ്ക്രാച്ച് വരില്ല, സ്ക്രാച്ച് വീഴില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് വീട്ടിലും കാറിൽ മാത്രമല്ല, വീട്ടിലെ സോഫയും ഇതെല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ നല്ല റേറ്റ് ഒന്നും. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടോയ് ഐറ്റം ആയിട്ടാണ് വരുന്നത്. ഇവിടെ വീഡിയോസ് ഇതിനകത്ത് വരുന്നതാണ്. പക്ഷേ ഇത് ഞാൻ മനസ്സിലാക്കിയത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്ക് ഉപയോഗിക്കാം. അതായത് ക്യാമറ ഫോൺ, അതായത് ഇതിനകത്ത് കാണാം നമ്മുടെ വീഡിയോസ് 2 ഫോണായിട്ട് വരുന്നത്. ഒരു വീടിന്റെ 300 മീറ്റർ ഡിസ്റ്റൻസിൽ ഇത് സിഗ്നൽ കിട്ടുമെന്ന് പറയണം. ഓക്കെ. നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ വരുന്നതാണ് ഇതെല്ലാം.
ഇത് കോളും ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇതിനകത്ത് ലൈൻ ഒന്നും വേണ്ട, സിഗ്നൽ വേണ്ട, ഒരു നെറ്റ്വർക്ക് കണക്ഷൻസും ഇന്റർനെറ്റോ ഒന്നും വേണ്ട, റേഡിയോ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് വരുന്നെങ്കിലും ഇത് മുതിർന്നവർക്കും വലിയ പറമ്പുള്ളവർക്ക് വലിയ വീടുള്ളവർക്ക് അപ്പുറത്ത് പുറത്തും സംസാരിക്കാം. നമ്മുടെ ടെറസിൽ വാട്ടർ ടാങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് പോകാൻ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാനായിട്ടും പറയാൻ, മുകളിൽ താഴേക്ക് പോകാനായിട്ട് നമ്മൾ സാധാരണ മൊബൈലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ കേൾക്കത്തില്ല. അതിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ടോയ് ആയിട്ട് വരുന്നെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ. വലിയ പറമ്പുള്ളവർക്കും യൂസ് ചെയ്യാം. ഒരു സിഗ്നലും വേണ്ട, ഒരു കണക്ഷനും വേണ്ട. ഇത് റേഡിയോ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ഫാൻസി കളറായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് എത്ര പ്രൈസ് വരുന്നത്? 1200 രൂപ. 1200 രൂപയാണ്. ചാർജബിൾ ആണ്, വേറൊരു കണക്ഷൻസും വേണ്ട. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയിൽ പറയുന്നത്. കാറിലൊക്കെ ഇടാൻ പറ്റിയ ലൈറ്റാണ്, സ്ലിം ആയിട്ടുള്ള. ഇത് വളരെ നേരിയ ലൈറ്റാണ് വരുന്നത്. ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യുക, മൊബൈലിൽ കൺട്രോൾ ചെയ്യുക. പലതരം കളറിൽ ഡിസ്കോ ലൈറ്റിൽ പോലെയൊക്കെ നമ്മൾ കാറിന് ബീഡിങ്ങിൽ കൂടി വളരെ ചെറിയ സ്പേസ് മതി. പല വലിയ വലിയ കൂടിയ കാറുകൾക്കെല്ലാം ഇത് കാണാറുണ്ട്. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വളരെ ഭംഗിയാണ്. അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ല ഭംഗിയായിരിക്കും. ഇതെന്ത് പ്രൈസ് ഉണ്ട്? 800 rupees. 800 രൂപയാണ് ഈ സാധനത്തിന് വില. ബാത്റൂമിൽ അതുപോലെ കിച്ചണിലൊക്കെ വെക്കാൻ, മസാല റാക്കായിട്ട് വെക്കാനൊക്കെ പറ്റിയാണ്. ഈ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഗമ്മിലാണ് പേസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ടോയ്ലറ്റിലും യൂസ് ചെയ്യുക. അതുപോലെ കിച്ചണിൽ മസാല റാക്ക്, മസാല ബോട്ടിൽസ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല ഒരു ഐറ്റമാണ്. ഇതൊക്കെ യൂസ്ഫുൾ ആണെന്നുണ്ടോ. പ്രൈസ് വരുന്നത് 250 രൂപ, 250 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ലേസി ബാഗ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ടൂർ പോകാൻ നേരത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എയറാണ്. നമ്മൾ അവിടെ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോ സ്ഥലത്ത് ഇല്ലാത്ത നേരത്ത് അവിടെ തന്നെ എയർ വലിച്ച് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാറുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഇത് നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. നമുക്ക് ഇരിക്ക, കിടക്ക, പല മോഡിൽ. അതാണ് ലേസി. മടിയന്മാർക്ക് പറ്റിയ ഒരു സോഫയാണെന്ന് പറയാം. നമ്മൾ ബീച്ചിലൊക്കെ ഇരിക്കണം, അതിൽ ക്യാമ്പിങ്ങിലൊക്കെ പോകാൻ നേരത്തൊക്കെ യൂസ് ചെയ്യാം. ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു വസ്തുവാണ് ഇതെങ്ങനെയാണെങ്കിൽ. അപ്പം അതിൻ്റെ ഐറ്റം വരുന്നത് ഇതാണ്. ഇതാണ് ഇങ്ങനെ വരുന്നത് ഈ രൂപത്തിൽ. ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണ് ഈ കാണിച്ചേക്കണം. യെസ്, ഇതിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാനായിട്ട് മടി തോന്നും. അതാണ് ലേസി ബാഗ് എന്ന് പേരിട്ടേക്കണം. ഇത് കൊള്ളാം. ഇത് മടക്കി കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ. ഇതെങ്ങനെ പൗച്ച് വരും. ഈ പൗച്ചിലാണ് ഇതെല്ലാം കൂടി ഇരുന്ന് വെച്ചത്. ഇതിനെന്താ പ്രൈസ് എത്രയാണ്? 950 rupees. 980 രൂപയാണ്. ഈ ലേസി ബാഗെല്ലാം ടൂർ പോകുമ്പോഴൊക്കെ കൊണ്ടുപോയാൽ നല്ലതാണ്. ഞാൻ ഈ കാണിച്ച ഐറ്റംസുകൾ പല യൂസേജിനുള്ളതാണ്. അത് എല്ലാവർക്കും അത് പല രീതിയിലാണ് അതൊരു ഉപകാരം വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.